നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്ന മുളയിനം ഏത്? ബുഡാസ് ബെല്ലി, ഫ്ലാക്സ്, മോഡിയാസ് ബില്ലി, നിയോസ് ബില്ലി. അലങ്കാര സസ്യമായി ഉപയോഗിക്കുന്ന മുളയിനമാണ് ബുഡാസ് ബെല്ലി. പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നതെന്തിനെയാണ്? തെങ്ങ്, കവുങ്ങ്, മുള, പന. പാവപ്പെട്ടവൻ്റെ തടി എന്ന് വിശേഷിപ്പിക്കുന്ന മരമാണ് മുള. മങ്കൊമ്പ് നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനം ഏത്? ശബരി, കാർത്തിക, പവിഴം, പൊന്നി. കാർത്തിക എന്ന നെൽവിത്തിനമാണ്. മൊസൈക്ക് രോഗം പ്രധാനമായും ബാധിക്കുന്നത് ഏത് വിളകളെയാണ്? ചോളം, നെല്ല്, ഗോതമ്പ്, മരച്ചീനി. മൊസൈക്ക് രോഗം പ്രധാനമായും ബാധിക്കുന്നത് മരച്ചീനിയിലാണ്. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ? കൊച്ചി, കോയമ്പത്തൂർ, കോഴിക്കോട്, കൊയിലാണ്ടി. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ലോക നാളികേര ദിനം എന്നാണ്? മാർച്ച് 4, ഏപ്രിൽ 8, സെപ്റ്റംബർ 2, ഡിസംബർ 23. ലോക നാളികേര ദിനം സെപ്റ്റംബർ 2-നാണ്. ഓക്സീകരണത്തിലൂടെ പ്രകാശം വമിപ്പിക്കാൻ കഴിവുള്ള ജീവി ഏത്? തേനീച്ച, മിന്നാമിനുങ്ങ്, പുൽച്ചാടി ഇവയൊന്നുമല്ല. ഓക്സീകരണത്തിലൂടെ പ്രകാശം വമിപ്പിക്കാൻ കഴിവുള്ള ജീവിയാണ് മിന്നാമിനുങ്ങ്. കാനപ്പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടക, തമിഴ്നാട്, സിക്കിം, ആന്ധ്രാപ്രദേശ്. ഖാന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ഉള്ള ആഹാര പദാർത്ഥം ഏത്? ഇലക്കറികൾ, കടല, ചിക്കൻ, ചെമ്മീൻ. ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ ഉള്ള ആഹാര പദാർത്ഥമാണ് ഇലക്കറികൾ. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം എത്ര? 44, 52, 63, 71. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 63 ആണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗമേത്? റിക്കറ്റ്സ്, അനീമിയ, മംഗോളിസം, സ്കർവി. വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. കൊച്ചിയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? മഹാത്മാഗാന്ധി, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അളവിൽ എൻസൈസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? കരളാണ് ശരിയായ ഉത്തരം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജത്തെ പറയുന്ന പേര്? സ്ഥിതികോർജം, കൈനറ്റിക് എനർജി, കാന്തിക ശക്തി ഇവയൊന്നുമല്ല. സ്ഥിതികോർജമാണ്. രൂപാന്തര പ്രാപ്തിയുടെ എല്ലാ ഘട്ടങ്ങളും പിന്നിടുന്ന ജീവി ഏത്? തേനീച്ച, ചിലന്തി, ചിത്രശലഭം, ചിതൽ. രൂപാന്തര പ്രാപ്തിയുടെ എല്ലാ ഘട്ടങ്ങളും പിന്നിടുന്ന ജീവിയാണ് ചിത്രശലഭം. തൊട്ടുകൂടായ്മയ്ക്കെതിരെ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ സമരമേത്? ഗുരുവായൂർ സമരം, മലബാർ ലഹള, വൈക്കം സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഗുരുവായൂർ സമരം. ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആര്? മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ, ആദിത്യവർമ്മ, രവിവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഷോറ ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? അഫ്ഗാനിസ്ഥാൻ, അയർലാൻഡ്, ഇന്തോനേഷ്യ, സിറിയ. ഷോറ എന്നത് അഫ്ഗാനിസ്ഥാൻ്റെ പാർലമെൻറ്റാണ്. ട്രിപ്പിൾ വാക്സിൻ കൊണ്ട് തടയുവാൻ കഴിയാത്ത രോഗമേത്?
പോളിയോ, കോളറ, ക്ഷയം, മന്ത്. ട്രിപ്പിൾ വാക്സിൻ കൊണ്ട് തടയുവാൻ കഴിയാത്ത രോഗമാണ് പോളിയോ. സസ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് വിത്തുണ്ടാകുന്നത്? പൂവ്, കായ, കാണ്ഡം, ഓവറി. സസ്യത്തിൻ്റെ ഓവറിയിൽ നിന്നാണ് വിത്തുണ്ടാകുന്നത്. ഭൂവിസ്തൃതി കൂടുതലുള്ളതും വ്യാവസായിക പുരോഗതി കൈവരിച്ചിട്ടുള്ളതും ജനസാന്ദ്രത കുറവുമായിട്ടുള്ള രാജ്യം? കാനഡ, ബ്രസീൽ, ഇന്ത്യ, ഫ്രാൻസ്. കാനഡയാണ് ശരിയായ ഉത്തരം. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് നേടിയ മലയാള സിനിമ ഏത്? മതിലുകൾ, കൊടിയേറ്റം, പിറവി, എലിപ്പത്തായം. എലിപ്പത്തായം എന്ന സിനിമയാണ്. അമിനോ അമ്ല തന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഉൽപ്പന്നം ഏത്? അന്നജം, കൊഴുപ്പ്, മാംസ്യം. ഇവയൊന്നുമല്ല. അമിനോ അമ്ല തന്മാത്രകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഉൽപ്പന്നമാണ് മാംസ്യം. ശരത്ത് കാലത്ത് മുന്തിരക്കായകൾ പെട്ടെന്ന് പാകമാകാൻ സഹായിക്കുന്ന കാറ്റേത്? ഫൊൻ, മിസ്ട്രൽ, ലൂ, ചിനൂക്ക്. ഫോൺ എന്നറിയപ്പെടുന്ന കാറ്റാണ്. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിലുള്ള നയതന്ത്ര പ്രതിനിധികൾക്ക് പറയുന്ന പദവി ഏത്? അംബാസിഡർ, ഡെപ്യൂട്ടിമാർ, പ്രസിഡന്റ്, ഹൈ കമ്മീഷണർ. ഹൈ കമ്മീഷണർ. ഒരു ക്രിസ്തീയ കലാരൂപം ഏത്? ഒപ്പന, ചവിട്ടുനാടകം, കൂടിയാട്ടം, യക്ഷഗാനം. താഴെ പറയുന്നവയിൽ ഒരു ക്രിസ്തീയ കലാരൂപമാണ് ചവിട്ടുനാടകം. താഴെ പറയുന്നവയിൽ ഏകലിംഗ സസ്യം ഏത്? പാവൽ, പടവലം, ജാതി, മത്തൻ. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ഏകലിംഗ സസ്യം ജാതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഊർജ ഉൽപാദനം ഏത്? ജലവൈദ്യുതി, കൽക്കരി, പെട്രോളിയം, ആണവോർജം. കേരളത്തിലെ ഏറ്റവും വലിയ ഊർജ ഉൽപാദനം ജലവൈദ്യുതി ഉപയോഗിച്ചാണ്. 3 പ്രാവശ്യം ഭാരത് അവാർഡ് നേടിയ മലയാള നടനാര്? മോഹൻലാൽ, കമലഹാസൻ, ബാലചന്ദ്ര മേനോൻ, സുരേഷ് ഗോപി. കമലഹാസനാണ്. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം ഏതു മൂലകത്തിൻ്റെ അഭാവമാണ്? ഫോസ്ഫറസ്, മഗ്നീഷ്യം, നൈട്രജൻ, കാൽസ്യം. തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം നൈട്രജൻ്റെ അഭാവമാണ്. കഴിക്കുന്ന ഭക്ഷണം ആമാശയത്തിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ട സമയം? 5 മണിക്കൂർ, 2 മണിക്കൂർ, 4 മണിക്കൂർ, 3 മണിക്കൂർ. 4 മണിക്കൂർ സമയമാണ് ആവശ്യം. മനുഷ്യ ശരീരത്തിലെ മൂല്യം എത്ര? 5, 7, 8, 8.5. മനുഷ്യ ശരീരത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. ശകവർഷം തുടങ്ങിയത് ഏത് നൂറ്റാണ്ടിലാണ്? 4-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 1-ാം നൂറ്റാണ്ട്. ശകവർഷം ആരംഭിച്ചത് 1-ാം നൂറ്റാണ്ടിലാണ്. ആയുർവേദ ചികിത്സാ രീതിയിൽ ലഭ്യമായിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസികാരോഗ്യം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മിസോറാം, മേഘാലയ, പശ്ചിമ ബംഗാൾ, കേരളം. കേരളത്തിലാണ്. ഇന്ത്യയിൽ വളരെയധികം ലഭ്യതയുള്ള ലോഹം ഏത്? നിക്കൽ, മഗ്നീഷ്യം, ഇരുമ്പ്, സോഡിയം. ഇന്ത്യയിൽ സുലഭമായി ലഭിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. വിയർപ്പിലെ ജലാംശം എത്ര ശതമാനമാണ്? 90%, 99%, 97%, 94%. വിയർപ്പിലെ ജലാംശം 99%. പ്രസിദ്ധമായ പ്രയറീസ് പുൽപ്രദേശം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അന്റാർട്ടിക്ക, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക.
വടക്കേ അമേരിക്കയിലാണ്. താജ്മഹൽ നിർമ്മിച്ചത് ഏത് നൂറ്റാണ്ടിലായിരുന്നു? 17-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിൽ? താജ്മഹൽ നിർമ്മിച്ചത് 17-ാം നൂറ്റാണ്ടിലായിരുന്നു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം 1956, 1957, 1958, 1959. LIC കോർപ്പറേഷൻ നിലവിൽ വന്നത് 1956 പഹരി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനം ഏത്? മണിപ്പൂർ, മേഘാലയ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്? പഹരി ഭാഷ സംസാരിക്കുന്നത് ഹിമാചൽ പ്രദേശുകാരാണ്. ഇന്ത്യയുടെ വിസ്തൃതിയിൽ കേരളത്തിൻ്റെ ശതമാനം എത്ര? 1.20%, 1.17%, 1.18%, 1.22%? 1.18%. വിയ്യൂർ ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തൃശ്ശൂർ? വിയ്യൂർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. പ്രാചീന സൈന്ധവ തടത്തിലെ ഒരു തുറമുഖ പട്ടണം ഏത്? ബൻവലി, മോഹൻജദാരോ, ലോത്തൽ, ഹാരപ്പ? പ്രാചീന സൈന്ധവ തടത്തിലെ ഒരു തുറമുഖ പട്ടണമായിരുന്നു ലോത്തൽ. ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്ന വർഷം? 1905, 1880, 1910, 1890? ബൈസൈക്കിൾ ആദ്യമായി ഇന്ത്യയിൽ വന്നത് 1890-കളിലായിരുന്നു. കേരളത്തിൽ ആദ്യമായി തേക്ക് തോട്ടം ആരംഭിച്ചത് എവിടെ? മുതിരമ്പുഴ, തൃപ്പൂണിത്തറ, മറയൂർ, നിലമ്പൂർ? കേരളത്തിൽ ആദ്യമായി തേക്ക് തോട്ടം ആരംഭിച്ചത് നിലമ്പൂരിലായിരുന്നു. എമറാൾഡ് ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, അയർലാൻഡ്? എമറാൾഡ് ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് അയർലാൻഡ്. 2008 ഏറ്റവും നല്ല ഹാസ്യ നടൻ എന്ന അവാർഡ് ലഭിച്ചത് ആർക്ക്? സുരാജ് വെഞ്ഞാറമ്മൂട്, മാമുക്കോയ, ഇന്ദ്രൻസ്, ഇന്നസെൻ്റ്? മാമുക്കോയക്കായിരുന്നു. ഭാരതരത്നം പുരസ്കാരം ലഭിച്ച എത്രാമത്തെയാളാണ് മദർ തെരേസ? 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ? ഭാരതരത്നം പുരസ്കാരം ലഭിച്ച 2ാമത്തെയാളായിരുന്നു മദർ തെരേസ. സ്ത്രീക്ക് സെക്സിൽ ഏറ്റവും കൂടുതൽ വികാരം കിട്ടുന്ന പുരുഷലിംഗ ആകൃതി? ചെറുത്, വണ്ണമുള്ളത്, നീളമുള്ളത്, വളഞ്ഞത്? നീളമുള്ളത്.